ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർപ്പാപ്പയെ തഞ്ചത്തിൽ ധിക്കരിക്കാൻ ഉളുപ്പില്ലാത്ത മെത്രാപ്പൊലീത്തമാർ. ഉളുപ്പിന് പോലും നാണമായി തുടങ്ങി. ലേശം ഉളുപ്പ്, സ്വല്പം ഉളുപ്പ് ഇല്ലെങ്കിൽ ഉളുപ്പെന്ന് പറഞ്ഞാൽ ലജ്ജ, നാണം, അതില്ലെങ്കിൽ ഈ ഉളുപ്പിന് പോലും നാണമാകും. അതുപോലത്തെ ഒരു അവസ്ഥയാണ് സീറോ മലബാർ സഭയിൽ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ മെത്രാന്മാരുടെ അനുസരണക്കേട് ദശാബ്ദങ്ങളായി നിശബ്ദമായ ഒരു അക്രമത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാനത് വിശദമാക്കാം. അതിനു മുമ്പ് നമുക്ക് റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 21 മുതലുള്ള വചനങ്ങളൊന്ന് കേൾക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ യുക്തിവിചാരങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇടജന്തുക്കളുടെയോ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ പൂജിച്ച് ആരാധിച്ചു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇതിലൊരു വചനം നമ്മൾ കുറച്ച് വിശദമായിട്ട് പിന്നീട് കാണാം. അതിലേക്ക് ഇതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ റോമാലേഖനം കോട്ട് ചെയ്തത് എന്നതിന് കുറച്ച് പശ്ചാത്തലം പറയേണ്ടതുണ്ട്. ഞാൻ ഉളുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഒരു മേലധികാരി രേഖാമൂലം നൽകിയ ഒരു ഉത്തരവ് കീഴുദ്യോഗസ്ഥർ സ്ഥിരമായി ലംഘിക്കുന്നത് കാണുമ്പോൾ രോഷം തോന്നുകയോ നടപടി എടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ, രോഷം ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു വേണ്ട, പക്ഷേ അതിലൊരു അസ്വസ്ഥത, അതിൻ്റെ പേര് നടപടി എടുക്കുക, ഇതൊക്കെ രോഷം ഉണ്ടാകാം, അസ്വസ്ഥത ഉണ്ടാകാം, നടപടി എടുക്കണം, അതൊക്കെയുള്ളതിൻ്റെ കാര്യം. രേഖാമൂലം ഒരു ഉത്തരവ് കൊടുത്തിട്ട് അതനുസരിച്ചില്ലെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ, മേലധികാരി രേഖാമൂലം കൊടുത്ത ഒരു ഉത്തരവ് അല്ലെങ്കിൽ കൽപ്പന കീഴുദ്യോഗസ്ഥർ സ്ഥിരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുക, അതിന് നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ ആ മേലധികാരിയുടെ മാനസിക നില പരിശോധിക്കണം. ലേശം ഉളുപ്പ് ഇല്ലെങ്കിൽ ആ മേലധികാരിക്ക് എന്തോ തകരാറുണ്ട്. അദ്ദേഹം നടപടി എടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ തകരാറുണ്ട്. ഈ പാപത്തിൽ ആറാടുന്ന കഠിന പാപികൾ അനുഭവിക്കുന്ന മങ്ങിയ ധാർമ്മിക ബോധം പോലും ദൈവം അവരെ ഈ പെരുമാറ്റ വൈകല്യങ്ങളിലേക്കും ക്രമരഹിതമായ മോഹങ്ങളിലേക്കും വഴിതിരിച്ചു വിടുന്ന ഒരവസ്ഥയായിട്ട് രൂപാന്തരപ്പെടും. അത് ദൈവം നൽകുന്ന ശിക്ഷയുടെ ഒരു രൂപമാണ്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ളൊരച്ഛൻ, എന്നേക്കാളൊരു 5-8 വയസ്സിന് മൂത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹം പങ്കുവെച്ചൊരു വിശേഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മെത്രാന് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ മെത്രാൻ ഈ പ്രഗത്ഭനായ അച്ഛനെ തഴഞ്ഞു, അവഗണിച്ചു. അങ്ങനെ ഒരു അച്ഛൻ പ്രത്യേകിച്ചൊരു കുറ്റം ചെയ്തിട്ട് അച്ഛൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ മെത്രാന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതിനാൽ അവഗണിക്കപ്പെട്ടു. അങ്ങനെ അവഗണനയും ഈ ഇങ്ങനെ കോർണർ ചെയ്യാന്ന് പറയല്ലോ, അങ്ങനെയെല്ലാം അധികമായപ്പോൾ അദ്ദേഹം രൂപത മാറി, വേറെ രൂപതയിലേക്ക് മാറി. അദ്ദേഹം പിന്നെ നന്നായിട്ട് പഠിച്ചു, വലിയ ഉന്നതമായ പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വലിയ സ്ഥാപനത്തിന് ഡയറക്ടറായി. ആ സ്ഥാപനത്തിൽ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ആ അച്ഛൻ്റെ ഒരു സഹായം ഈ മുമ്പത്തെ മെത്രാന് ആവശ്യമായി വന്നു. അപ്പോൾ മുമ്പത്തെ മെത്രാൻ
മുമ്പത്തെ രൂപതയിലെ മെത്രാൻ, ആ അച്ഛൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന രൂപതയിലെ മെത്രാൻ ഈ അച്ഛനെ വിളിച്ചു, എനിക്കൊന്ന് കാണണം. അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം പിതാവേ, ഞാൻ അരമനയിൽ വരാം. അങ്ങനെ ഈ അച്ഛൻ അദ്ദേഹത്തിന് മുമ്പത്തെ മെത്രാൻ്റെ അരമനയിലെത്തി. അപ്പോൾ ഈ ചെറിയൊരു ചമ്മലുണ്ട് മുമ്പത്തെ മെത്രാന്. അപ്പോൾ അദ്ദേഹം ഒരു ഇങ്ങനെ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് മെത്രാനച്ഛൻ പറഞ്ഞു, അച്ഛനെന്നോട് പരിഭവം ഉണ്ടോ? അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്തിന്? അല്ല, ഞാൻ അച്ഛനെ റെക്കമെൻഡ് ചെയ്യാതിരുന്നത് കൊണ്ടല്ല അച്ഛന് വിദേശത്ത് പഠിക്കാൻ പറ്റാതെ പോയത്, അവിടുത്തെ സർവകലാശാലകളിൽ അഡ്മിഷൻ തരാതിരുന്നത് കൊണ്ടാണ്. ഞാൻ അച്ഛനെ റെക്കമെൻഡ് ചെയ്തിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന്, പക്ഷേ വിദേശത്തെ ചില യൂണിവേഴ്സിറ്റികൾ അച്ഛന് അഡ്മിഷൻ തന്നില്ല. അപ്പം ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല. അച്ഛൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, മൗനമായിട്ടിരുന്നു. അപ്പോൾ മെത്രാൻച്ചന് പിന്നെയും ബോധ്യമായില്ല, ഞാൻ ശ്രമിച്ചതാണെന്നുള്ള കാര്യം ബോധ്യമായില്ല എന്ന് തോന്നിയിട്ട് അച്ഛൻ മെത്രാൻച്ചൻ വീണ്ടും പറഞ്ഞു, ഞാൻ അച്ഛനെ കേരളത്തിലെ ചില സെമിനാറുകളിൽ പ്രൊഫസറായിട്ട് റെക്കമെൻഡ് ചെയ്തതാണ്. എന്നാൽ ആ സെമിനാറിലെ അധികാരികൾ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അച്ഛനെ എടുക്കാതിരുന്നത്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാഞ്ഞിട്ടല്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, പിതാവേ, എനിക്കതിൽ ഞാൻ പിതാവിനോട് എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി പിതാവ് റെക്കമെൻഡ് ചെയ്തിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയോ ആകട്ടെ, കേരളത്തിലെ സെമിനാരികളോ ഏതോ ആകട്ടെ, അവിടെ പിതാവിൻ്റെ റെക്കമെൻഡേഷൻ എടുത്തില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് എനിക്കാണോ പിതാവിനാണോ? പിതാവിൻ്റെ വാക്കിന് അവർ വില കൽപ്പിക്കുന്നില്ല എന്നല്ലേ അർത്ഥം? പിതാവ് റെക്കമെൻഡ് ചെയ്ത ഒരാളെ ഏത് യൂണിവേഴ്സിറ്റിയോ എവിടെയാകട്ടെ അത് എടുക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ എനിക്ക് അർഹതയില്ലാത്തതുകൊണ്ടോ യോഗ്യതയില്ലാത്തതുകൊണ്ടോ അതൊക്കെ ആയിരിക്കാം, എങ്കിലും പിതാവിൻ്റെ റെക്കമെൻഡേഷനെ വില കൽപ്പിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതിൻ്റെ നാണക്കേട് പിതാവിനല്ലേ, എനിക്കല്ലല്ലോ. ഇപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്തോ ഇല്ലെന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പിതാവ് പറയണേ. എനിക്കെന്ത് നാണക്കേട്? പിതാവിൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ, പിതാവിൻ്റെ ശുപാർശയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ പിതാവിനാണ് വിലയില്ലാത്തത്, എനിക്കല്ല. പിതാവാകെ ഞെട്ടിപ്പോയി. ഇത് തീർത്തും സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ അച്ഛനെ അദ്ദേഹം ഡയറക്ടറായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനോടക്കം പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞു വന്നത്? ഈ മെത്രാൻ്റെ വില എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? മെത്രാൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ വന്നത് എന്തുകൊണ്ട്? അതിന് ചരിത്രപരമായൊരു കാരണം കൂടി ഞാൻ പറയുകയാണ്. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് പുനരുദ്ധരിക്കപ്പെട്ട കുർബാന, പൂർണ്ണ അൾത്താരാഭ്യു കുർബാന ചൊല്ലുകയാണ്. അപ്പം അതിന് മുമ്പായി മെത്രാന്മാരുടെ സമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇങ്ങനെയാണ്: വി ദ ബിഷപ്സ് ഓഫ് ദ സീറോ മലബാർ ചർച്ച് വി ഹാവ് റിസോൾവ്ഡ് ടു യൂസ് ദ തക്സ ഓഫ് ദ കുർബാന ഇൻ ഇറ്റ്സ് 3 forms: the rasa, that is the most solemn form, the solemn form and the simple form. ഇതാണ് തീരുമാനം. ഏകദേശം ഞാൻ കൃത്യം രേഖ ഞാൻ ഓർമ്മയിൽ നിന്നാണ് പറയണേ. എല്ലാ മെത്രാന്മാരും ഒപ്പുവെച്ചു. പിന്നെ മെത്രാന്മാരെല്ലാവരും ഈ മീറ്റിംഗ് കഴിഞ്ഞ് അതത് രൂപതകളിലേക്ക് പോയി. ഒരു മെത്രാൻ തൻ്റെ രൂപതയിൽ ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ വികാരി ജനറാളച്ചൻ ചോദിച്ചു, ആ രൂപതയിലെ വികാരി ജനറാളച്ചൻ ചോദിച്ചു, അവസാനം നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അപ്പോൾ ഈ തക്സ നിങ്ങൾ അംഗീകരിച്ചു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മെത്രാൻസ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ വികാരി ജനറാളച്ചൻ ചോദിച്ചു, അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതോ വി ഹാവ് റിസോൾവ്ഡ് ടു യൂസ് എ തക്സ. എന്ത് റിസോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ വികാരി ജനറാളച്ചൻ പറഞ്ഞു, സുദൃഢമായി തീരുമാനിച്ചു എന്നാണ് വാക്കിനർത്ഥം. റിസോൾവ്ഡ് എന്ന വാക്കിന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെയാണോ? റെസൊല്യൂഷൻ എന്ന നാമത്തിൻ്റെ അതിൻ്റെ ക്രിയാരൂപമാണ് റിസോൾവ്ഡ് എന്ന് ഈ മെത്രാൻച്ചന് അറിയില്ലായിരുന്നു. റിസോൾവ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ മെത്രാനച്ചന് അറിയില്ലായിരുന്നു. അപ്പോൾ ആകെ സങ്കടമായി മെത്രാനച്ചന്. അപ്പോൾ വികാരി ജനറാളച്ചൻ പറഞ്ഞു, പിതാവേ, നമ്മുടെ അജ്ഞത അത് പുറത്തറിയിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ തീരുമാനിച്ചു, അത് നടപ്പാക്കുകയാണ് നല്ലത്. പ്രയാസമുണ്ടാകാം രൂപതയിൽ, പക്ഷേ നമുക്ക് നടപ്പാക്കാം. അത് പിതാവ് നിങ്ങളെടുത്ത തീരുമാനത്തോട് കൂറ് പുലർത്താൻ ഈ വാക്കിൻ്റെ അർത്ഥം അറിയാതെയാണ് ഞാൻ ഒപ്പുവെച്ച് എന്നൊക്കെ പറയുന്നത് നാണക്കേടാണ്. മാത്രമല്ല നല്ലൊരു തീരുമാനമാണ്, അതുകൊണ്ട് നടപ്പാക്കുക നല്ലത്. പക്ഷേ മെത്രാൻച്ചൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, വികാരി ജനറാളച്ചനായിട്ട് ഒരല്പം വാക്കേറ്റമായി.
ആ വികാരി ജനറൽസിനെ അവിടെ നിന്ന് മാറ്റി, ആ രൂപത്തിൽ നിന്ന് മാറ്റി. അതായത് ഈ മെത്രാനച്ചനോട് ഇത് നടപ്പാക്കുക നല്ലതെന്ന് പറഞ്ഞ വികാരി ജനറൽസിനെ മാറ്റി അവിടെ നിന്ന്. അദ്ദേഹം പിന്നീട് വേറൊരു രൂപത്തിൽ മെത്രാനൊക്കെ ആയി. അതൊക്കെ പോട്ടെ. ഈ മെത്രാനച്ചൻ എന്ത് ചെയ്തെന്നോ, തനിക്ക് തൻ്റെ അജ്ഞതയ്ക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ തീരുമാനിച്ച കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, മറ്റു കുറച്ച് മെത്രാന്മാരെ സ്വാധീനിച്ച്, അത് ഇച്ചിരി സ്വാധീനമുള്ള മെത്രാനായിരുന്നു, സ്വാധീനിച്ച് പല രൂപതകളിലും ഇത് നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചു. നടപ്പാക്കാൻ ഈ കുർബാന 3 റാസകുർബാനയും ഏറ്റവും ആഘോഷമായ ക്രമമാണ് റാസകുർബാന, പിന്നെ ആഘോഷമായ കുർബാനയും പിന്നെ സാധാരണ കുർബാനയും നടപ്പാക്കാനുള്ള മെത്രാന്മാരെ തീരുമാനം തട്ടിമറിക്കാൻ ഈ മെത്രാൻഷൻ തന്നെ നേതൃത്വം എടുത്തു. അങ്ങനെ 89 മുതൽ ഈ 86 മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്യുന്നു. 89 മുതൽ എല്ലാ രൂപത്തിലും നടപ്പാക്കാൻ തീരുമാനിച്ച മെത്രാന്മാരുടെ തീരുമാനത്തെ അട്ടിമറിച്ചു. ഈ മെത്രാൻ്റെ മെയിനായിട്ട് ഈ മെത്രാൻ പിന്നെ മറ്റു പലരും കൂടെ ചേർന്നു. അങ്ങനെ മെത്രാന്മാർ ഒപ്പിട്ട തീരുമാനത്തെ, ഐക്യകണ്ഠേന തീരുമാനത്തെ, മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത കുർബാനയെ അട്ടിമറിക്കാൻ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ശ്രമമുണ്ടായി. മെത്രാന്മാർക്ക് മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ വരുന്നതിൻ്റെ ആ ഒരു പാസേജാണ് ഞാൻ പറയണേ, ഒരു ഇടവഴി. ഈ അനുസരണം നിശബ്ദമായ അക്രമത്തിലൂടെ സഞ്ചരിക്കുന്ന ഇടവഴി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഇടവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ അനുസരണക്കേട് നിശബ്ദമായ അക്രമത്തിലൂടെ. മാർപ്പാപ്പയെ ധിക്കരിക്കുക, ജോൺ പോൾ രണ്ടാമൻ്റെ മാർപ്പാപ്പ. പിന്നെ 99 വീണ്ടും മാർപ്പാപ്പ പറഞ്ഞ് 2000 മാർപ്പാപ്പ ഇന്ത്യയിൽ വരികയാണ്. അപ്പോൾ ഇത് നടക്കണം, മഹാജൂബിലി വർഷത്തിലെങ്കിലും താൻ ഉദ്ഘാടനം ചെയ്ത കുർബാന നടക്കണമെന്ന് കരുതിയിട്ട് വത്തിക്കാനിന് പിന്നെയും ആവശ്യപ്പെട്ടു. അങ്ങനെ 99 മെത്രന്മാർ പിന്നെയും തീരുമാനിച്ചു. എന്ത്? ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന, അതായത് മുഴുവൻ പൂർണ്ണ അൾത്താരമഹു കുർബാനയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തത്. അതിനോടാണ് ഇവർക്ക് എതിർപ്പ്. എന്നാൽ സമവായം എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും അൾത്താരമഹു കുർബാന അർപ്പിച്ചിരുന്ന ആ രൂപതകൾ വചനശുശ്രൂഷ ജനങ്ങളിലേക്ക് തിരിയുക, പൂർണ്ണമായും ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്ന രൂപതകൾ അനാഫറക്കി അൾത്താരയിലേക്ക് തിരിയുക. ഇതാണ് സമവായം. അങ്ങനെ തീരുമാനമെടുത്ത് 99. അപ്പോഴും കുറച്ച് രൂപതകൾ അനുസരിച്ചു, മറ്റു രൂപകൾ അനുസരിച്ചില്ല. അങ്ങനെ സംഭവിച്ച് 2021 വീണ്ടും തീരുമാനിച്ചു. അപ്പോൾ സാങ്കേതികമായിട്ട് ഒരു രൂപത ഒഴികെ മറ്റെല്ലാ രൂപതകളും നടപ്പായി. എറണാകുളം, അങ്കമാലി അതിരൂപത ഒഴികെ ബാക്കി എല്ലാ രൂപതകളിലും നടപ്പായി. ഈ 1965 തലശ്ശേരിയിലെ മെത്രാനും വള്ളപ്പള്ളി പിതാവ്, 1967 തൃശ്ശൂർ ആലപ്പാട്ട് മെത്രാനും ഈ ജനാഭിമുഖ കുർബാന പാടില്ല, തെറ്റാണ് എന്ന് എഴുതിയ കാര്യം പോലും ആ രൂപതകളിലെ മെത്രാന്മാർക്കോ അച്ഛന്മാർക്കോ അറിയില്ല. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ അജ്ഞതയുടെ ആഴം. 1965 തലശ്ശേരി രൂപതയിലും 1967 തൃശ്ശൂർ രൂപതയിൽ, അന്നത്തെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാലക്കാടും ഇരിങ്ങാലക്കുട ഉൾപ്പെടെ തൃശ്ശൂർ രൂപതയിലും ജനാഭിമുഖ കുർബാന വിലക്കി അന്നത്തെ മെത്രാന്മാർ സർക്കുലർ ഇറക്കിയിരുന്നു. ഇക്കാര്യം അവിടുത്തെ മെത്രാന്മാർക്കും അറിയില്ല, അച്ഛന്മാർക്കും അറിയില്ല. ജനങ്ങളുടെ കാര്യം പിന്നെ പറയും വേണ്ട. അപ്പം ഇങ്ങനെ ഈ അജ്ഞതയുടെയും ധിക്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഒരു നിശബ്ദ ഇടനാടി സഞ്ചരിച്ച് ഇപ്പോൾ അത് അക്രമത്തിലെത്തിയിരിക്കുകയാണ്. അജ്ഞതയും അനുസരണക്കേടും ധിക്കാരവും ഒരു ഇടനാടിയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ എറണാകുളം, അങ്കമാലി അതിരൂപത്തിലും മറ്റു പലയിടത്തും ഉണ്ടത് ഒരു അക്രമത്തിൻ്റെ രൂപത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവരെ അനുസരിപ്പിക്കാനായിട്ട് മെത്രാന്മാർക്ക് കഴിയുന്നില്ല? അവർ തന്നെയാണ് പാപത്തിലായിരുന്നത്. അനുസരണക്കേടെന്ന പാപത്തിലായിരുന്നത് മെത്രാന്മാർ തന്നെയാണ്. ഇപ്പോഴും അവർ അങ്ങനെയുണ്ട്, കുറേ പേര് ഇപ്പോഴും. സങ്കടത്തോടെ പറയുകയാണത് ഞാൻ, സങ്കടത്തോടെ. അവരത് തിരുത്താതെ ഈ സഭയിൽ ഐക്യതയുണ്ടാകില്ല. എറണാകുളത്തെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും അനുസരണക്കേട് നിയന്ത്രിക്കാൻ മെത്രാന്മാർക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്നതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നിങ്ങളിൽ കുറേ പേരെങ്കിലും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ലേ? വിമാനത്തിൻ്റെ ചിറകുകളുടെ അടുത്തിരുന്നിട്ടുണ്ടോ? ഒരു 100,000 സ്ക്രൂ കാണും. ഒരാൾ ഒരു സ്ക്രൂ ഒരു ദിവസം അഴിച്ചു വിട്ടാൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. ഓരോ ദിവസം ഓരോ സ്ക്രൂസ് അഴിച്ചു വിട്ട് നോക്കിയേ, കുറച്ച് കഴിയുമ്പോഴാണ് വലിയ അപകടം വരിക. അപ്പോൾ ഒരു ദിവസം അനുസരണക്കേട് കാണിച്ച വലിയ അപകടം തോന്നില്ല. പിറ്റേ ദിവസം വേറൊരു അനുസരണക്കേട്, പിറ്റേ ദിവസം വേറൊരു അനുസരണക്കേട്, അങ്ങനെ പലപ്പോഴായിട്ട് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ അനുസരണക്കേട് തുടർന്നാൽ
അത് അനുസരണക്കേടാണ് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ മനസാക്ഷി മരവിച്ച് പോകും. നമുക്കതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ റോമാലേഖനത്തിൻ്റെ അതിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ എന്നോട് ചോദിക്കും, അങ്ങനെ ധിക്കാരം കാണിച്ചാൽ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ മാർപ്പാപ്പയ്ക്ക് നടപടി എടുത്തുകൂടെ, വത്തിക്കാൻ നടപടി എടുത്തുകൂടെ? തീർച്ചയായിട്ടും നടപടി എടുക്കാം. പക്ഷേ ഈ അനുസരണക്കേടിന് പല മുഖങ്ങളുണ്ട്. ഒന്ന് മാർപ്പാപ്പയെ തഞ്ചത്തിൽ ധിക്കരിക്കുകയാണ്. ഇങ്ങനെ ബ്ലേറ്റൻ്റ് ആയിട്ട് ഇല്ലേ, പ്രകടമായിട്ട് അനുസരിക്കാതിരിക്കുകയല്ല, തഞ്ചത്തിൽ ഇവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നത് ഇവരുടെ മനസ്സിലാണ് അനുസരണക്കേട് വേണ്ടത്, താല്പര്യം. അതിന് മറ്റു പല കാരണങ്ങൾ പറയുകയാണ്. മാർപ്പാപ്പയെ അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തത് മെത്രാന്മാർക്കാണ്. അതിന് അവർ ന്യായം പറയുന്നത് അജപാലനപരമായ പ്രതിസന്ധി, മറ്റത് മറിച്ച് എന്നൊക്കെ അവർ പറയുകയാണ്. അപ്പം തഞ്ചത്തിൽ അനുസരിക്കാതിരിക്കാൻ വഴി തേടുന്നത് മെത്രാന്മാരാണ്. എല്ലാ മെത്രാന്മാരെ അല്ലോട്ടോ ഞാൻ പറയണേ, കുറച്ച് പേരുടെ. അപ്പോൾ ഈ തഞ്ചത്തിൽ ധിക്കരിക്കുക എന്നുള്ളൊരു പരിപാടി, അതിന് പറയുന്ന ന്യായങ്ങൾ വിഭാഗീയതയുണ്ടാകും, ചിലപ്പോൾ സ്വതന്ത്ര സഭയായിട്ട് പോകും, അങ്ങനെ നൂറായിരം കാര്യങ്ങൾ പറയുന്നു. പക്ഷേ മാർപ്പാപ്പയെ അനുസരിക്കേണ്ട എന്ന തീരുമാനം ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്ന മെത്രാന്മാരുടെ മനസ്സിലുള്ളൊരു മനസ്സിലിരിപ്പാണത്. തീർച്ചയായിട്ടും അനുസരണക്കേടിൻ്റെ ഗൗരവം അനുസരിച്ച് മെത്രാന്മാരെ സ്ഥലം മാറ്റാം. അങ്ങനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്, ഇപ്പോഴും ചില ആൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട്. വ്യക്തിപരമായി മെത്രാൻ ഉദ്യോഗത്തിൽ പിരിച്ചുവിടാം, സഭയിൽ നിന്ന് പുറത്താക്കാം. പക്ഷെ അതല്ല ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യുത സഭയിലാകെ അരാജകത്വം ഉണ്ടാകുമോ, അധികാര വ്യവസ്ഥ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ, സഭയിലാകെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പറ്റുമോ? ഏത് സഭയിലെ മെത്രാൻ, ലത്തീൻ സഭയിലെ മെത്രാനാണോ, പൗരത്വ സഭയിലെ മെത്രാനാണോ, സൂയിയൂർ സഭയിലെ മെത്രാനാണോ, പാത്രിയർക്ക് സഭയിലെ മെത്രാനാണോ, ഏത് തരത്തിൽ അനുസരണക്കേടാണ്? ഇങ്ങനെ നൂറായിരം കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാർപ്പാപ്പയ്ക്കും വത്തിക്കാൻ നടപടിയെടുക്കാൻ കഴിയുക. എന്നോട് ഒരാൾ പറഞ്ഞ കാര്യം എനിക്ക് തമാശയായി തോന്നി. ഇത് സാങ്കേതിക വിദ്യയുടെ കാലമല്ലേ, അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വത്തിക്കാൻ നടപടി എടുത്തുകൂടെ? എന്തൊരു മണ്ടത്തരമായി പറഞ്ഞേ. സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണോ വത്തിക്കാൻ നടപടി എടുക്കുക? സർക്കാർ നടപടി എടുക്കുന്നത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണോ? സാങ്കേതിക വിപ്ലവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ നടപടി എടുക്കുന്നേ? അപ്പോൾ അരാജകത്വം ഉണ്ടാകാതിരിക്കാനും സഭയെ ഭിന്നിപ്പിക്കാതിരിക്കാൻ സംവിധാനം സഭയിലുണ്ട്. എങ്കിലും 2 കാരണങ്ങളാൽ പ്രശ്നം നിയന്ത്രിക്കാൻ പറ്റാതെ വരാം. ഒന്ന്, വളരെ പ്രശസ്തനും സ്വാധീനമുള്ളവനാണ് മെത്രാപ്പൊലിത്തയോ മെത്രാനൊക്കെ എങ്കിൽ അരാജകത്വമോ വിഭാഗീയത സംഭവിക്കാം. അങ്ങനെയാണ് പണ്ട് സംഭവിച്ചത്. മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം എന്ന് പറഞ്ഞിട്ട് സഭ ഏതാണ്ട് പിളർന്നു. പക്ഷെ എന്നാലും കത്തോലിക്ക സഭ അതിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയില്ല. പോകേണ്ടവർക്ക് പോകാം, പക്ഷെ സഭയ്ക്ക് നിലപാട് മാറ്റം കഴിയില്ലെന്ന് തീരുമാനമെടുത്തു. പക്ഷേ ആ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് സഭയിൽ വിഭാഗീയത വന്നു, പിളർന്നു പോയി. തിരിച്ചു വരുമായിരിക്കും അവർ. 2, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അനുസരിക്കുന്നുവെന്ന നാട്യം പുറത്തേക്കും എന്നാൽ ഉള്ളിൽ ധിക്കാരവുമാണെങ്കിൽ ആ പ്രശ്നം വത്തിക്കാന് കൈകാര്യം ചെയ്യാൻ പരിമിതികളുണ്ട്. ഇവിടെ ഒരു സമാന്തര സഭാ സംവിധാനം സൃഷ്ടിക്കപ്പെടുകയാണെന്ന തിരിച്ചറിവ് വത്തിക്കാനിലെത്താനും അതിന് ഗൗരവം തിരിച്ചറിയാനും സമയമെടുക്കും. ദേശരാഷ്ട്രത്തിനുള്ളതുപോലെ സൈന്യവും പോലീസും ഇൻ്റലിജൻസും CBIയും മൊസാദയും അതൊന്നും സഭയ്ക്കില്ല. സഭയിലെ മെത്രാന്മാർ നൽകുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ചാണ് വത്തിക്കാന് നടപടികൾ എടുക്കാൻ കഴിയുക. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. ഈ ഒരു ദേശരാഷ്ട്രത്തിനെ പോലെ സംവിധാനങ്ങൾ സഭയ്ക്കില്ല. മാത്രമല്ല, മാർപ്പാപ്പയ്ക്ക് എല്ലാ സഭകളുടെ മേലും സഭാംഗങ്ങളുടെ മേലും പരമാധികാരമുണ്ടെങ്കിലും സൂയിയൂർ സഭയുടെ തലവനെതിരെ നടപടിയെടുക്കാൻ പലപ്പോഴും മാർപ്പാപ്പമാർ അമാന്തിക്കും. ഒന്ന്, ഒരു ഫെഡറൽ സിസ്റ്റം പോലെയാണ് കത്തോലിക്ക സഭയിൽ. ഇല്ലേ, സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്, കേന്ദ്രത്തിന് ചില അധികാരമുണ്ട്. ഇതുപോലെ ഓരോ സൂയിയൂരി സഭയ്ക്കും അധികാരങ്ങളുണ്ട്. പിന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയ്ക്ക് മാർപ്പാപ്പയ്ക്ക് ചില അധികാരങ്ങളുണ്ട്. പരസ്പരം ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല, പൗരത്വ സഭകളുടെ കാര്യത്തിൽ പണ്ട് പാശ്ചാത്യ സഭ ഒരുപാട് കൈകടത്തിയിട്ടുണ്ട്. അതിൻ്റെ പാവഭാരം അവരിപ്പോഴും പേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ കൈകടത്തുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കും. പൗരത്വ സഭകളുടെ കാര്യത്തിൽ പാശ്ചാത്യ സഭ മിനിമം ഇടപെടൽ മതി എന്നുള്ളതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതാണ് നമ്മൾ വാദിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ മെത്രാന്മാരുടെ ഈ ഏറ്റവും ടോപ്പിലുള്ള മെത്രാന്മാർ ഇതുപോലെ അധപതിക്കുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ. നമ്മൾ അതുകൊണ്ടാണ് ഈ സ്വയാധികാര സഭയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വിവരമില്ലാത്തവരെ തലപ്പത്ത് വരുമെന്ന് ആരും വിചാരിച്ചില്ല.
പിന്നെ വളരെ ഗൗരവമായ കാര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും വത്തിക്കാൻ നടപടിയെടുക്കും. ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ, മെത്രാന്മാർ ഉൾപ്പെട്ടാൽ, അല്ലെങ്കിൽ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞ പാഷാണ്ഡതയിൽ വീണാൽ, അല്ലെങ്കിൽ ശീഷ്മയിൽ നിബദിച്ചാൽ, അല്ലെങ്കിൽ ശീഷ്മയ്ക്ക് വഴിയൊരുക്കുന്നുവെന്ന് കണ്ടാൽ, പക്ഷെ ഇതൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർപ്പാപ്പയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിനെയോ പാത്രിയാർക്കസിനോ മെത്രാപ്പോലിത്തിനോ മെത്രാനോ ഒക്കെ മാറ്റാനോ നടപടിയെടുക്കാനോ ഒക്കെ കഴിയും. പക്ഷെ തെളിവുകൾ വേണം. സോഷ്യൽ മീഡിയ നോക്കിയിട്ടും പിന്നെ സാങ്കേതിക വിദ്യ നോക്കിയിട്ടും നടക്കില്ല. വാസ്തവത്തിൽ ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 10-20 മിനിറ്റായി. പക്ഷെ നിങ്ങൾ കേൾക്കുക, എന്തിനാണ് ഞാൻ ഇത്ര പറഞ്ഞതെന്ന് അറിയാമോ? ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും രേഖയിൽ എഴുതി. പലരും അനുസരിക്കുന്നില്ല. പലരും എന്ന് വെച്ചാൽ വളരെയധികം പേര് ആ രേഖയിൽ പറഞ്ഞതുപോലെ ആരും അനുസരിക്കുന്നില്ല. ആരും. രാവിലെ ഉണ്ടോ ഷെഡ്യൂൾഡ് കുർബാന? ഉണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും നടപടിയെടുത്തോ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും? ഇല്ല. തങ്ങൾ എഴുതിയൊരു രേഖ അത് കീഴിലുള്ള അധികാരികൾ, കീഴുദ്യോഗസ്ഥർ അനുസരിക്കുന്നില്ലെങ്കിൽ, നടപടികൾ എടുക്കുന്നില്ലെങ്കിൽ, അതിന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉളുപ്പിന് പോലും ഇവരുടെ കാര്യത്തിൽ നാണം തോന്നി തുടങ്ങി. ഉളുപ്പ് എന്ന വാക്കിന് ലജ്ജ, നാണം എന്നൊക്കെയാണ്. ആ നാണത്തിന് പോലും നാണമായി തുടങ്ങി. താൻ ഉളുപ്പെന്ന വാക്കിന് അർത്ഥമില്ലാതായി പോയല്ലോ എന്ന് ഉളുപ്പിന് സങ്കടമാണ്. ഞാനൊരു മേലുദ്യോഗസ്ഥൻ വിചാരിക്കുക, ഞാൻ കീഴുദ്യോഗസ്ഥന് ഒരു കൽപ്പന കൊടുത്തു, അതനുസരിക്കുന്നില്ലെങ്കിൽ എനിക്ക് രോഷം തോന്നണം, ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പോലും നടപടികൾ എടുക്കണം, ഉളുപ്പ് തോന്നണം, എന്തേ അനുസരിക്കാത്തെന്നുള്ള ആ ഒരു ചിന്ത എന്നെ അലട്ടണം. ഇതൊന്നുമില്ലെങ്കിൽ അവരുടെ മാനസിക നിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലേ? അതല്ലേ ശരി? ഇതേ രേഖയിൽ ബേമ വേണം എന്ന് എഴുതിയിട്ടുണ്ട്. ബേമ വേണം. അത് എടുത്തു മാറ്റാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന കൂരിയ അംഗ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആര്? ബേമ വേണമെന്ന് എഴുതിയ ആളുകൾ തന്നെ. സഭയിലെ ഏറ്റവും ഉന്നതര്, കൂരിയയിലെ ഏറ്റവും ഉന്നതരായ വികാരി ജനറാളെയോ പ്രോട്ടോസെഞ്ചലസിനെ ഉപയോഗിച്ച് ബേമ വേണമെന്ന് എഴുതിയത് പാടെ ധിക്കരിച്ചുകൊണ്ട് ബേമ എടുത്തു മാറ്റാൻ, ബേമ ഉള്ള സ്ഥലത്ത് എടുത്തു മാറ്റാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരും കൂരിയായിലിരിക്കുന്നവർക്കും മനസാക്ഷിയിൽ ഒരു പ്രശ്നമുണ്ട്, അവരുടെ മാനസിക നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. തങ്ങൾ തന്നെ എഴുതി ഒപ്പിട്ട് പ്രസിദ്ധപ്പെടുത്തിയ രേഖ അത് ധിക്കരിക്കാൻ അവർ തന്നെ ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോൾ അവരിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. സീറോ മലബാർ സഭയിൽ മാത്രമല്ല, ലത്തീൻ സഭയിലും ബേമ വേണം. നിങ്ങൾ ലത്തീൻ സഭയുടെ മിസൽ എടുക്കുക, മിസൽ എന്ന് വെച്ചാൽ തക്സ എടുത്തു നോക്കുക. അതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻ ഓഫ് റോമൻ മിസൽ 309 വായിക്കാം. The dignity of the word of God requires that the church has a place that is suitable for the proclamation of the word, and toward which the attention of the whole congregation of the faithful naturally turns during the liturgy of the word. It is appropriate that this place be ordinarily a stationary ambo and not simply a movable lectern. വചന ശുശ്രൂഷയുടെ അന്തസ് പാലിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം വേണം. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റാവുന്ന പ്രസംഗപീഠമല്ല. അവിടെ ആംബോ, ബേമ വേണം. അവിടെ വായനകൾ, പ്രസംഗം, പിന്നെ ഈ വിശ്വാസികളുടെ കാറോസൂസ പ്രാർത്ഥന, ഇത് ചൊല്ലേണ്ടത് അവിടെയാണ്. അവിടേക്ക് ഈ വായനക്കാരും അവരുമല്ലാതെ മറ്റാരും പ്രവേശിക്കാനും പാടില്ല എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ലത്തീൻ സഭയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലത്തീൻ സഭയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ ചുരുക്കം സ്ഥലത്താണ് നമ്മുടെ നാട്ടിൽ ലത്തീൻ കുർബാനയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കുർബാന ആരംഭിക്കുന്ന ബലിപീഠത്തിലല്ല. വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ആംബോ എന്ന് പറഞ്ഞ ബേമയിലാണ്, ലത്തീൻ സഭയിൽ. അപ്പം നമ്മുടെ സീറോ മലബാർ പൗരസ്ത്യ സഭയാവുമ്പം ലത്തീൻ സഭയെക്കാളും ബേമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ആ ബേമ എടുത്തു മാറ്റാനായിട്ട് ഈ പ്രോട്ടോസെഞ്ചലിസോ അല്ലെങ്കിൽ വികാരി ജനറാളോ തയ്യാറാവുകയും അതിനെതിരെ യാതൊരു നടപടിയും എടുക്കാതെ വികാരി മെത്രാപ്പൊലീത്തയും പിന്നെ മേജർ ആർച്ച് ബിഷപ്പും ഇങ്ങനെ മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ
സഭാബോധത്തെയും പാപബോധത്തെയും വളരെ ഗൗരവത്തോടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വചന ശുശ്രൂഷയും അനാഫയും തമ്മിൽ അന്തരം കർത്താവ് തന്നെ നൽകിയിട്ടുണ്ട്. ആചാരമാണെന്ന് പറഞ്ഞിട്ട് ന്യായം പറയരുത്. കർത്താവ് എമ്മാവസിലേക്ക് പോകുന്നത് ഉത്ഥാനം ചെയ്ത അന്ന് തന്നെയാണ്. വചന ശുശ്രൂഷ നടത്തിയത് വഴിയിൽ വെച്ചാണ്, നടന്ന്. അനാഫറ വീടിനകത്ത് വെച്ചാണ്. അനാഫറ വീടിനകത്ത് വെച്ചാണ് എമ്മാവസിൽ. വചന ശുശ്രൂഷ വഴിയിൽ വെച്ചാണ്. വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അനാഫറയിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞു. ഉത്ഥാനം ചെയ്ത ദിവസം വചന ശുശ്രൂഷയും അനാഫറയും നടത്തി കുർബാന ചൊല്ലിയവനാണ് കർത്താവ്. അതിൻ്റെ അന്തരം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ തിരുവചനങ്ങൾക്കോ മാർപ്പാപ്പയുടെ കൽപ്പനകൾക്കോ വില കൽപ്പിക്കാതെ അതെല്ലാം വേസ്റ്റ് ബോക്സിൽ തട്ടുന്ന മെത്രാന്മാരും വിമത വൈദികരും ഈ സെൻസ് ഓഫ് ദ സീക്രട്ട്, പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഒരു ബോധം, അത് നഷ്ടപ്പെടുക മാത്രമല്ല സംഭവിച്ചിരിക്കുന്നവർക്ക്. അതിനേക്കാളേറെ ആചാരവും കൂതാശയും തമ്മിലുള്ള അന്തരം അവർക്ക് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മനസാക്ഷി പിശാചിന് അടിയറവിച്ചിരിക്കുകയാണ്. ഇത് എറണാകുളത്തെ മാത്രം പ്രശ്നമൊന്നുമല്ല. മറ്റ് പല രൂപതകളിലും ലിറ്റർജി തോന്നിയതുപോലെയാണ്. സാങ്കേതികമായി ഏകീകൃത രൂപം വന്നു എന്നല്ലാതെ മെത്രാന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്നത് പല തരത്തിൽ തോന്നിയാസങ്ങൾക്കാണ്. അതിനാ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അവരെത്ര വർഷങ്ങളായിട്ട് മാർപ്പാപ്പയെ ധിക്കരിക്കുക, തങ്ങൾ സ്വന്തം തീരുമാനത്തെ അവർ തന്നെ ധിക്കരിക്കുക. അങ്ങനെ ഈ അനുസരണക്കേട് ഒരു ഇടനാഴിയിലൂടെ സഞ്ചരിച്ച്, ധിക്കാരം ഒരു ഇടനാഴിയിൽ സഞ്ചരിച്ച്, ഇപ്പോൾ അക്രമവും മാത്രമല്ല അതിനപ്പുറത്ത് പാപബോധം, ഈ സെൻസ് ഓഫ് ദ സീക്രട്ട്, പവിത്രതയെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പിശാചിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സങ്കടത്തോടു കൂടിയാണ് പറയണേ. ഇതൊന്ന് വ്യക്തമാക്കാനാണ് ഞാൻ റോമാലേഖനത്തിലേക്ക് കൈ ചൂണ്ടിയത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങൾ യുക്തിവിചാരങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇത് ആചാരമല്ലേ, ഇത് 21-ാം നൂറ്റാണ്ടല്ലേ എന്നെല്ലാം യുക്തിവിചാരങ്ങളിൽ വിശ്വാസത്തെ വ്യർത്ഥമാക്കിയവർ. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇടംജന്തുക്കളുടെയോ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇതുകൊണ്ടാണ് ഓണക്കുർബാന, വിഷുക്കുർബാന, പിന്നെ ഹിജാബ് കുർബാന, മുസ്ലിം കുർബാന ഇതൊക്കെ ചൊല്ലുന്നില്ലേ? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവര് മാറ്റിക്കളയുകയാണ്. അതുകൊണ്ട് 24-ാം വാക്യം, 1:24 റോമലേഖനം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. ഇതൊരു ഭയങ്കര വചന. അത് ദൈവം പാപത്തിനുള്ള ശിക്ഷ ചരിത്രത്തിന് അന്ത്യം വരെ പിടിച്ചു വയ്ക്കുകയല്ല. അന്ത്യവിധിയും തനത് വിധിയും അല്ല, ചരിത്രത്തിനുള്ളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം 81:12, സ്ലീഹന്മാർ നടപടി 7:42. ദൈവവിചാരമില്ലായ്മയ്ക്ക് ദൈവശിക്ഷയുണ്ട്. ദൈവശിക്ഷയുണ്ട്. ജ്ഞാനം 11:15-16, എസക്കിയേൽ 23:28-30. വിവിധ തരത്തിലുള്ള വിഗ്രഹാരാധനയാണ് അധാർമികതയുടെ ഉറവിടം. വിവിധ തരത്തിലുള്ള അധാർമികത, ഭാരതീയ പൂജ, ഇന്ത്യൻ മാസ്, ചെറിയ പൂജ, സ്വാഹ എന്ന് പറയുന്ന നിലത്തിരുന്നുള്ള പൂജ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിഷുപൂജ, ഓണക്കുർബാന, പിന്നെ മുസ്ലിം തൊപ്പി വെച്ചുള്ള കുർബാന, ഇതൊക്കെ വിഗ്രഹാരാധനയാണ്. അതാണ് അധാർമികതയുടെ ഉറവിടം. പ്രതിമകൾ ആരാധിക്കുന്ന മാത്രമല്ല വിഗ്രഹാരാധന. ഏകസത്യ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റെന്തിനെ പ്രതിഷ്ഠിച്ചാലും അത് വിഗ്രഹാരാധനയാണ്. ഏറ്റവും വലിയ നുണയാണത്. ജ്ഞാനം 14:22-31. അതിൽ പിന്തിരിയാത്തവർ വഴങ്ങാത്ത പ്രകൃതക്കാരാണ്. അങ്ങനെയുള്ള പാപികളെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നത്
ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷകളിൽ ഒന്നാണ്. ഞാൻ ഒന്ന് ആവർത്തിക്കാതെ, വഴങ്ങാത്ത പ്രകൃതക്കാരെ, അങ്ങനെയുള്ള പാപത്തിൽ ആറാടി നിൽക്കുന്ന പാപികളെ പാപത്തിൽ തുടരാൻ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷകളിൽ ഒന്നാണ്. പാപികളെ പശ്ചാത്താപത്തിലേക്ക് മാനസാന്തരത്തിൽ നയിക്കുന്ന കൃപകൾ അവർ തിരസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു, വർഷങ്ങളായിട്ട്, ദശകങ്ങളായിട്ട്. അതിൻ്റെ ഫലമോ പാപത്തിൽ ആറാടുന്ന കഠിന പാപികൾ അനുഭവിക്കുന്ന മങ്ങിയ ധാർമ്മിക ബോധം പോലും, നിർജീവമായ തീക്ഷ്ണത പോലും പെരുമാറ്റ വൈകല്യങ്ങളായും ക്രമരഹിത മോഹങ്ങളായും രൂപാന്തരപ്പെടും. അത് ദൈവം നൽകുന്ന ശിക്ഷയുടെ വിവിധ രൂപങ്ങളാണ്. കാരണം ഏകസത്യ ദൈവത്തെ അംഗീകരിക്കാനോ അവൻ്റെ സത്യത്തെ തിരിച്ചറിയാനോ അവർ ശ്രമിക്കുന്നില്ല. പരിണത ഫലം ദൈവം അവരെ പാപത്തിനങ്ങ് വിട്ടുകൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ദൈവം അവരെ കൈവിടുന്നു. അതൊരു മാരകമായ അവസ്ഥയാണ്. ഇത്തരം ഏറ്റവും വലിയ നുണയിൽ ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഏകസത്യ ദൈവമായ യാഹ്വയുടെ അന്തസ്സ് പാലിക്കാതെ കുർബാനിയെ തോന്നിയ പോലെ കാട്ടിക്കൂട്ടുന്നവർ വഴങ്ങാത്ത പ്രകൃതക്കാരാണ്. അവരുടെ മാനസിക നില തകരാറിലാണ്. അതിനാൽ അവരെ ആ മാനസിക നില തകരാറായ അവസ്ഥയിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് അവരുടെ ഭ്രാന്ത്, പാപത്തിൻ്റെ ഭ്രാന്തിന് കർത്താവ് വിട്ടുകൊടുക്കുകയാണ്. അവർ വിട്ടുകൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചത് അവരുടെ മാനസിക നില പരിശോധിക്കണമെന്ന്. ഇങ്ങനെയൊരു നിലപാട് തൽക്കാലത്തേക്ക് വത്തിക്കാനും എടുത്തിരിക്കുക. നിങ്ങളായി നിങ്ങളുടെ പാടായി. അത് ഒരു ശിക്ഷയാണ്, ഒരു ശിക്ഷാരീതിയാണ്, ദൈവം നടപ്പാക്കിയ ശിക്ഷാരീതി. പക്ഷേ ഇവിടെ നമ്മുടെ കാര്യത്തിൽ പ്രസാദാത്മകമായ ഒരു കാര്യമുണ്ട്. സീറോ മലബാർ സഭയുടെ ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന നേതാക്കന്മാർ ശീശ്മയിലാണെന്ന കാര്യം സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതാണ് പ്രസാദാത്മക കാര്യം. സീറോ മലബാർ സഭയുടെ ഏറ്റവും ടോപ്പിലുള്ളവർ ശീശ്മയിലാണ്. ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ സത്യം തിരിച്ചറിയാൻ പറ്റാത്ത വിധം പാപത്തിൽ ഇങ്ങനെ ആറാടി നിന്നിട്ട്, അനുസരണക്കേടിൽ ഇങ്ങനെ ആറാടി നിന്നിട്ട് അതിൻ്റെ പാപത്തിൻ്റെ ഒരു ഭ്രാന്തിലേക്ക് വീണിരിക്കുകയാണെന്നുള്ള കാര്യം സത്യവിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് ആ ശീശ്മയിൽ, ആ പാപത്തിൽ വീഴാൻ സത്യവിശ്വാസികൾ തയ്യാറല്ല. അത് വലിയൊരു ആശ്വാസമാണ്. അത് വത്തിക്കാനും അറിയാം. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രസാദാത്മകമായൊരു പോയിന്റ് ഇവിടെ ഉണ്ട് പോസിറ്റീവായിട്ട്. ഈ മാർട്ടിൻ ലൂതറെ പോലെ ഈ സഭയെ വിഭാഗീയത ഉണ്ടാക്കി പോകാനായിട്ടുള്ള ആ കൂട്ടത്തിൽ സീറോ മലബാർ സഭയിലെ സത്യവിശ്വാസികൾ ആരും തന്നെയില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രസാദാത്മക കാര്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ തിരിച്ചറിവിലേക്ക് നയിക്കാൻ, ഇത് ആരെങ്കിലും കേൾക്കുകയോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ തിരിച്ചറിവിൻ്റെ ഇത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ കർത്താവ് എന്നെ കുറ്റപ്പെടുത്തും. ഇത് പറയാൻ വേണ്ടി കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ബന്ധപ്പെട്ടവർ കേട്ടാൽ, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് കർത്താവ് അവരെ കൈവിടും. അത് ചെറിയ കാര്യമായിട്ട് കരുതരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.